നമസ്കാരം. സൈബർ ആക്രമണം നടന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി, സ്ത്രീപീഡനം നടന്നാലോ അവിടെയും മുഖ്യമന്ത്രിക്ക് പരാതി. എന്നാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ഒരു നിയമവ്യവസ്ഥ ഇല്ല എന്ന് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു, സൈബർ ആക്രമണമോ മറ്റു പരാതികളോ ആയിക്കോട്ടെ, നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജൂറിസ്ഡിക്ഷൻ പോലീസിലാണ് ആദ്യം പരാതിപ്പെടേണ്ടത്. അവിടെ നടപടികൾ നടന്നില്ല എങ്കിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് പരാതി നൽകണം. എന്നിട്ട് വേണം കോടതിയെ സമീപിക്കാൻ. ഈ രണ്ട് തലത്തിലും പോലീസ് തലത്തിൽ പരാതി കൊടുത്തതിന് ശേഷം നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ പരാതി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്, ഈ പരാതിക്കാർ നാളെ കോടതിയിൽ ക്രോസ് വിസ്താരം പോലുള്ള നിയമത്തിന്റെ വിചാരണ വേളയിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ആ സമയം അസഹിഷ്ണുത വന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ആദ്യം എവിടെ പരാതി കൊടുത്തു, എപ്പോൾ പരാതി കൊടുത്തു എന്നത് വളരെ നിർണായകമായ ഒരു ചോദ്യമായിരിക്കും. ആ കേസിന്റെ വിധി നിശ്ചയിക്കുന്നതും അത്തരത്തിലൊരു നീക്കമായിരിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ളത് ആദ്യഘട്ടമാക്കാതെ കുറ്റം ചെയ്തവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുക, നടപടികളായില്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുക. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, മുഖ്യമന്ത്രിക്ക് മാത്രം പരാതി കൊടുത്തതുകൊണ്ട് ഇവിടെ നിയമത്തിൻ്റെ പരിരക്ഷ നിങ്ങൾക്ക് കിട്ടില്ല എന്നത് വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.